ബി.ജെ.പിക്കുള്ളിൽ അരവിന്ദ് കെജ്രിവാൾ കടത്തിവിട്ട 75 വയസ്സ് എന്ന പ്രായപരിധി വിവാദത്തിൽ ഇനിയും പ്രതികരിക്കാതെ നരേന്ദ്രമോദി. അദാനിയെ വിരമിക്കാൻ നിർബന്ധിച്ച നിയമം തനിക്ക് ബാധകമല്ലെന്ന് മോദി തന്നെ വ്യക്തമാക്കണമെന്ന് ഞായറാഴ്ച കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടും മോദി പ്രതികരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി മുതൽ സാംപ്രീത് തോപ്ര വരെയുള്ളവർ നടത്തുന്ന പ്രസ്താവനകളോട് പ്രതികരിക്കുന്ന മോദി ഇവിടെ മൗനം പാലിക്കുകയാണ്. അടുത്ത വർഷം 75 വയസ്സാകുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരില്ലെന്നുമായിരുന്നു കെജ്രിവാളിന്റെ വാദം. അമിത്ഷാ ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്നും ഷാക്കു വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നതെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. പ്രായപരിധി ചൂണ്ടിക്കാട്ടി ബി.ജെ.പി ഒഴിവാക്കിയ നേതാക്കളുടെ പട്ടികയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിൽ ഒരു വ്യവസ്ഥയും ബി.ജെ.പിയുടെ ഭരണഘടനയിൽ ഇല്ലെന്ന് പറഞ്ഞ് അമിത്ഷാ മുതൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. പാർട്ടി ഭരണഘടനാ വ്യവസ്ഥയിൽ ഇല്ലെങ്കിലും 2014 മന്ത്രിസഭാ രൂപവൽക്കരണ സമയത്ത് 75 വയസ്സ് എന്ന നിബന്ധന ബി.ജെ.പി കൈക്കൊണ്ടിരുന്നു. അന്ന് മോദിയുടെ പ്രായം 65 വയസ്സ്. തുടർന്ന് 75 വയസ്സ് പൂർത്തിയായ മുറയ്ക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആനന്ദിബെൻ കേന്ദ്രമന്ത്രി സ്ഥാനത്തു നിന്നും നിബഞ്ച് ഹെപ്തുള്ള, കോൺഗ്രാജു മിത്ര തുടങ്ങിയവരെ ഒഴിവാക്കി. ഈ മാനദണ്ഡം 2019 സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിലും ബി.ജെ.പി കൈക്കൊണ്ടിരുന്നു. മുതിർന്ന നേതാക്കളായ എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി, സുമിത്ര മഹാജൻ തുടങ്ങിയവർക്കെല്ലാം മാനദണ്ഡം ബാധകമായി. എന്നാൽ 75 വയസ്സ് എന്ന പ്രായപരിധി തോന്നുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന സ്ഥിതിയാണ് പിന്നീട് ഇലക്ഷനുകളിൽ ബി.ജെ.പി സ്വീകരിച്ചത്. ഉത്തർപ്രദേശിലെ ബറിയ മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ സന്തോഷ് ഗംഗാവറിനെ ഒഴിവാക്കാൻ നൽകിയ ന്യായീകരണം പ്രായപരിധിയായിരുന്നു. കോവിഡ് കാലത്തുണ്ടായ വിവാദത്തെ തുടർന്ന് നേതൃത്വത്തിന്റെ ഇഷ്ടപട്ടികയിൽ ഇല്ലാത്ത ഗംഗാവറിനെ മാറ്റി നിർത്താൻ ഈ മാനദണ്ഡം. ഹരിയാനയിലെ ഹിസറിലെ സ്ഥാനാർത്ഥി രഞ്ജിത്ത് ചൌട്ടാല, ഉത്തർപ്രദേശിലെ മധുരയിലെ സ്ഥാനാർത്ഥി ഹേമ മാലിനി തുടങ്ങിയവർക്ക് ബാധകമല്ല. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 20ഓളം ബി.ജെ.പി സ്ഥാനാർത്ഥികളാണ് 72-74 വയസ്സിലുള്ളവർ. മൂന്നാം വട്ടം ഭരണം കിട്ടിയാൽ പ്രധാനമന്ത്രിയാകുന്ന മോദിക്ക് 2025 സെപ്റ്റംബറിൽ 75 വയസ്സാകും. പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന് ഇപ്പോൾ 73 വയസ്സ്. 2026 ജൂലൈയിൽ അദ്ദേഹത്തിന് 75 വയസ്സ് കഴിയും. രാജ്നാഥ് സിംഗിനും മാനദണ്ഡം ബാധകമായേക്കാം.